ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 21/1/2026 കെയർ ടേക്കർ എക്സാമുമായി ബന്ധപ്പെട്ടുണ്ടായ മലയാളം ചോദ്യങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ചേട്ടൻ എന്നതിന് സമാന പദമേത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് അഗ്രജൻ, കനിഷ്ഠൻ, സഹജൻ, അർഭകൻ എന്നിങ്ങനെയായിരുന്നു. ഇതിൽ ചേട്ടൻ എന്ന പദത്തിന്റെ സമാനമായ പദം ഓപ്ഷൻ എ അഗ്രജനാണ്. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നാണ് അർത്ഥം. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കുക. കനിഷ്ഠൻ. കനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ സഹോദരൻ അഥവാ അനുജൻ എന്നാണ് അർത്ഥം. കനിഷ്ഠൻ എന്നതിന്റെ അർത്ഥം അനുജൻ അഥവാ ഏറ്റവും ഇളയ സഹോദരൻ എന്നാണ്. മറ്റൊരു ഓപ്ഷൻ സഹജൻ ആയിരുന്നു. സഹജൻ, സഹം, കൂടെ, ജൻ, ജനിച്ചവൻ. സഹജൻ എന്ന് പറഞ്ഞാൽ കൂടെ ജനിച്ചവൻ അഥവാ സഹോദരൻ എന്നാണ് അർത്ഥം. മറ്റൊന്ന് അർഭകൻ. അർഭകൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടി എന്നാണ് അർഭകൻ എന്നതിന്റെ അർത്ഥം. അപ്പോൾ ചേട്ടൻ എന്നതിന്റെ സമാനമായ പദം ഓപ്ഷൻ എ അഗ്രജൻ എന്നാണ്. അടുത്ത ചോദ്യം: അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻസ് പ്രേക്ഷിതാവ്, പ്രേക്ഷകൻ, പ്രേഷിതൻ, പ്രേഷകൻ എന്നിങ്ങനെയായിരുന്നു തന്നിരുന്നത്. ഇതിൽ അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശരിയായ പദം പ്രേക്ഷകൻ, ഓപ്ഷൻ ഡി പ്രേക്ഷകനാണ്. ഇതിൽ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്നയാൾ. നമ്മൾ സിനിമയൊക്കെ കാണുന്ന അല്ലെങ്കിൽ സീരിയലുകളൊക്കെ TV കാണുമ്പോൾ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്നയാൾ എന്നാണ് അർത്ഥം. പ്രേക്ഷകൻ, കാണുന്നയാൾ. അതുപോലെ പ്രേഷിതൻ. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. അപ്പോൾ അയക്കുന്നവൻ എന്നതിന്റെ ശരിയായ പദം ഏതാണ്? പ്രേക്ഷകനാണ്. ഓപ്ഷൻ ഡി പ്രേക്ഷകനാണ്. മറ്റൊന്ന് ആഗമസന്ധി. സന്ധിയുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെണ്ണീര്, തിരുവോണം, പാലക്കാട്, പിന്നോക്കം എന്നൊക്കെയാണ്. ഇതിൽ പിന്നോക്കം എന്ന വേർഡ് തെറ്റാണ്. പിന്നാക്കം എന്നാണ് പറയാ. എനിവേ നമുക്കത് വിടാം. ഇതിൽ തന്നിരിക്കുന്നതിൽ സന്ധി ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കുക, നമ്മൾ സന്ധികളിൽ ആഗമസന്ധിന്റെ ഉദാഹരണത്തിൽ തന്നെ തിരുവോണം, തിരുവാതിര ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ സന്ധി കണ്ടെത്താം. ഇനി അഥവാ സന്ധി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലെ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കുക ഏതാണ് സന്ധി. അപ്പോൾ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്ന സന്ധിയാണ് ആഗമസന്ധി അല്ലെ. അപ്പോ ഇതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഓപ്ഷൻ ബി ആണ്, തിരുവോണമാണ്. തിരുവോണം എന്നതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. തിരു അധികം ഓണം ആണ് തിരുവോണം അല്ലെ. അപ്പൊ ഓ ചിഹ്നം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആര് വന്നു? വാ അധികം വന്നു അല്ലെ. ഒന്നും പോകുന്നില്ല, പക്ഷെ ഒരാൾ അധികം വന്നു. അതാണ് ആഗമസന്ധി. അപ്പൊ തിരുവോണം ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത ഉദാഹരണം വെണ്ണീര് നോക്കുക. വെണ്ണീരിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എന്ത് വരും? വെൺ അധികം നീര് ആണ് വെണ്ണീര്. അപ്പോ ഒരു വർണ്ണം, അതായത് ഒരു വർണ്ണത്തിന്, ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഒരു വർണ്ണം പോകുന്നു, അതിന് പകരം മറ്റൊരു വർണ്ണം വരുന്നു. ഇതിൽ വെൺ അധികം നീര്, അതിൽ ഇൺ എന്ന മൂർധന്യ വർണ്ണം എന്തായി? അത് ഇണ്ണ അല്ലെ. വെണ്ണീ, ഇണ്ണ എന്ന സവർണമായി മാറുന്നു. അതുകൊണ്ട് തന്നെ വെണ്ണീര് എന്നത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. മറ്റൊന്ന് പാലക്കാട്. പാലക്കാട്, പാല അധികം കാട്. നമുക്ക് എളുപ്പത്തിൽ പറയാം. ക എന്നത് ഒന്നിച്ച് എഴുതുമ്പോൾ എന്തായി? കാട് എന്നുള്ളത് ഇക്ക എന്നായി അല്ലെ. അപ്പൊ ഇക്ക വന്നു, അപ്പൊ ഇരട്ടിച്ചു. അതുകൊണ്ട് തന്നെ അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. അതുപോലെ പിന്നാക്കം. പിന്നോക്കമല്ല, പിന്നാക്കമാണ്. പിന്നാക്കം എന്നത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അതായത് ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. അപ്പൊ പിന്നാക്കം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കുക. അപ്പൊ നമുക്കതിൽ നിന്ന് സന്ധി മനസ്സിലാവും. അടുത്തത് വിപരീത പദം
തെറ്റായ ജോഡി ഏത്? അപ്പോൾ താഴെ 4 വിപരീത പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് രാഗം ദ്വേഷം, ഹ്രസ്വം ദീർഘം, കാമം ക്രോധം, സഹിതം രഹിതം. ഇതിൽ തെറ്റായ ജോഡി കാമം ക്രോധം എന്നാണ്. രാഗത്തിന്റെ വിപരീതമാണ് ദ്വേഷം. ഹ്രസ്വത്തിന്റെ വിപരീതമാണ് ഏത്? ദീർഘം. സഹിതത്തിന്റെ വിപരീതമാണ് രഹിതം. ഇതിൽ കാമം എന്നതിന്റെ വിപരീതം ക്രോധം എന്നല്ല. കാമത്തിന്റെ വിപരീതം എന്താണ്? നിഷ്കാമം. കാമത്തിന്റെ വിപരീതം നിഷ്കാമം എന്നാണ്. അടുത്തത് ഏവൾ, പിരിച്ചെഴുതുക. പിരിച്ചെഴുതാനാണ് വന്നിരിക്കുന്നത്. പിരിച്ചെഴുതി നോക്കുക. എ അധികം അൾ ആണോ, എ അധികം അവൾ ആണോ, എ അധികം അള്ളാണോ, എ അധികം വൾ ആണോ? നമ്മൾ പറഞ്ഞു നോക്കുക. എ അധികം അൾ, ഏവൾ എന്നാണ് അല്ലെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ അധികം അള്ളാണെന്ത്? ഏവൾ. അപ്പോൾ ഓപ്ഷൻ സി എ അധികം അൾ ആണ് ശരിയായ ഉത്തരം. അടുത്തത് നിരൂപകൻ. നിരൂപകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദമേത്? നമ്മൾ പുല്ലിംഗവും സ്ത്രീലിംഗവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നിരൂപകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? നിരൂപിക, നിരൂപിണി, നിരൂപകി, നിരൂപക. ഏതായിരിക്കും? ഓപ്ഷൻ ഡി നിരൂപക അല്ലേ? ഓപ്ഷൻ ഡി നിരൂപകയാണ് നിരൂപകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം. നിരൂപകൻ, നിരൂപക, നിരൂപകൻ, നിരൂപക. അടുത്തത് ശരിയായ പദം. ശരിയായ പദങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയതാണ്. ഒന്നാമത്തത് മടയൻ, പിന്നീട് പീഡനം, പിന്നീട് ചിലവ്, നേരത്തെ പറഞ്ഞ പിന്നോക്കം. നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നോക്കമല്ല പിന്നാക്കമാണ് എന്ന് പറഞ്ഞു അല്ലേ? പിൻ അധികം ആക്കമാണ് പിന്നാക്കം. ഇതിലെ മടയൻ എന്നതാണ് ശരിയായ പദം. പീഡനത്തിന് ഢ ചൊറച്ചിട്ടുള്ള ഢ വേണ്ട. അതുപോലെ ചിലവല്ല ചെലവാണ്. പിന്നോക്കമല്ല പിന്നാക്കമാണ്. അപ്പോൾ ശരിയായ പദം ഓപ്ഷൻ എ മടയൻ എന്നതാണ്. മടയൻ. ഇനി സമാനമായ ചൊല്ല് കണ്ടെത്താൻ. ഇംഗ്ലീഷ് ചൊല്ല് തന്ന് മലയാളത്തിലേക്ക് സമാനമായ ചൊല്ല് ഏതാണെന്ന് കണ്ടെത്താൻ. നമ്മളിതും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നത്. ചോദ്യം നോക്കുക. മൈറ്റ് ഈസ് റൈറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? മൈറ്റ് ഈസ് റൈറ്റ് എന്ന പദത്തിന് സമാനമായ എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായ മലയാളത്തിലെ ചൊല്ലേതെന്നാണ് ചോദിക്കുന്നത്. മൈറ്റ് ഈസ് റൈറ്റ്. ചൊട്ടയിലെ ശീലം ചുടലവരെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആകെ മുങ്ങിയാൽ കുളിരില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഏകദേശം മൈറ്റ് ഈസ് റൈറ്റ് എന്നതിൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ്. അടുത്തത് ഭൂമി. സമാനാർത്ഥമുള്ള പദമേത്? 4 പദങ്ങൾ തരും. അതിൽ ഭൂമി എന്നതിൻ്റെ സമാനമായ അർത്ഥമുള്ള പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നളിനി, പിന്നീട് നിശീധിനി, പിന്നീട് രജനി, ഓപ്ഷൻ ഡി മേദിനി. ഈ മേദിനി എന്നത് ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് മേദിനി. അപ്പോൾ ഭൂമിക്ക് സമാനമായ പദം ഏതാണ്? മേദിനിയാണ്. ഭൂമി എന്നതിന് സമാനമായ പദം ഓപ്ഷൻ ഡി മേദിനിയാണ് സമാനമായ പദം. ഇനി നളിനി. നളിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നളിനി, നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ്. അപ്പോൾ നളിനി താമരപ്പൊയ്ക. താമരപ്പൊയ്ക, താമര എന്നൊക്കെ നളിനിക്ക് പറയും. പക്ഷെ ശരിയായ അർത്ഥം താമരപ്പൊയ്ക എന്നാണ്. നളിനം എന്ന് പറഞ്ഞാൽ താമര. അതുപോലെ പത്മം എന്ന് പറഞ്ഞാൽ താമര. കമലം, പങ്കജം, സരസിജം, അരവിന്ദം ഇവയൊക്കെ താമരയുടെ പര്യായ പദങ്ങളാണ്. ഇനി നിശീധിനി. എന്താണ് നിശീധിനി എന്ന് പറഞ്ഞാൽ? രാത്രിയാണല്ലേ. രജനി എന്ന് പറഞ്ഞാലും എന്താണ്? രാത്രിയാണ്. അപ്പോൾ നിശ, നിശീധിനി, രജനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രാത്രിയാണ്. അപ്പോൾ ഭൂമി എന്നതിൻ്റെ സമാനമായ പദം ഏതാണ്? മേദിനി. ഓപ്ഷൻ ഡി മേദിനി എന്നതാണ് ശരിയായ ഉത്തരം.
അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? നമ്മൾ പൂജക ബഹുവചനങ്ങൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. അധ്യാപകർ, മാന്യർ, സ്വാമികൾ, ഗുരുക്കൾ എന്നിങ്ങനെ 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പൂജക ബഹുവചനം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ് പറഞ്ഞത്? 2, 3 ശരി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി പറയുന്നു 1, 4 ശരി. ഓപ്ഷൻ സി പറയുന്നു 3, 4 ശരി. ഓപ്ഷൻ ഡി പറയുന്നത് 2, 4 ശരി. നമുക്ക് ഈ ഓപ്ഷൻസ്, ഈ 4 എണ്ണം തന്നതിൽ നിന്ന് ഏതാണ് പൂജക ബഹുവചനം എന്ന് ആദ്യം ടിക്ക് ചെയ്ത് വെക്കുക. അധ്യാപകർ അല്ല അല്ലേ? അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അല്ലെ? അധ്യാപകർ അത് ലിംഗമില്ലാത്തതാണ് അല്ലേ? അലിംഗ ബഹുവചനമാണ്, ലിംഗമില്ല അതിന്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ അധ്യാപികയാവാം, അധ്യാപകനാവാം അല്ലെ? മാന്യറും ലിംഗമില്ല അതിന്. പക്ഷേ സ്വാമികൾ എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടി പറയുന്നതാണ് അല്ലെ? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സ്വാമികൾ, ഗുരുക്കൾ, ദ്രോണർ ഇതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ദ്രോണർ ഇതൊക്കെ പൂജക ബഹുവചനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാമികൾ, ഗുരുക്കൾ എന്നിവ പൂജക ബഹുവചനമാണ്. അപ്പോൾ ഏതായിരിക്കും ശരിയായ ഓപ്ഷൻ? 3, 4 ശരിയാണ് എന്നതാണ് അല്ലെ? അപ്പോൾ ഓപ്ഷൻ സി 3, 4 എന്നിവയൊക്കെയാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഇത്രയുമാണ് മലയാളത്തിൽ ഈ ജനുവരിയിൽ കഴിഞ്ഞ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ മലയാളത്തിലെ 10 മാർക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൻ്റെ ഓപ്ഷൻസും നമ്മൾ ശ്രദ്ധിച്ച് ആ ഓപ്ഷൻസ് ഏത് രീതിയിലാണ് വരുന്നത്, ആ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ പഠിച്ചാൽ തന്നെ മലയാളത്തിലെ 10 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ. താങ്ക് യു.